മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2025 അക്കാഡമിക്കൽ ഇയറിലുള്ള OBC, OEC, OBH എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകി വരുന്ന ഗ്രാൻഡ്, ആ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാനുള്ള ഡേറ്റ് സെപ്റ്റംബർ 15 മുതൽ ആരംഭിക്കുന്നതാണ്. ഇതുവരെ അപേക്ഷ നൽകുന്ന വെബ് പോർട്ടലിനുള്ള സാങ്കേതിക തകരാറ് മൂലം അത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പുനർക്രമീകരണങ്ങൾ നടത്തിയിട്ട് നമുക്ക് സെപ്റ്റംബർ മാസം 15 മുതൽ അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫോട്ടോ, പിന്നെ അതുപോലെ തന്നെ ഒരു അംഗീകൃത ദേശസാൽകൃത ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു അക്കൗണ്ട് പാസ്ബുക്ക്, ബാങ്ക് പാസ്ബുക്ക് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് അവിടെ നമുക്ക് ലഭിക്കുന്ന അഡ്മിഷൻ മെമ്മോ, അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്കിതിൻ്റെ കൂടെ നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ഡാറ്റയും നമ്മൾ നൽകിയതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കിട്ടുന്ന ഫോം നമ്മൾ കൃത്യമായിട്ട് സ്കൂളിൽ വെരിഫിക്കേഷൻ ആവശ്യാർത്ഥം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ വെബ് പോർട്ടലിൻ്റെ പ്രയാസം കാരണം അതൊരു ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഈ സെപ്റ്റംബർ മാസം 15 മുതൽ വെബ് പോർട്ടൽ വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴി ഈ പറയപ്പെട്ട OBC, OBH, OEC എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുമായിട്ടാണ് നമ്മൾ പോവേണ്ടത്. അതുപോലെ തന്നെയാണ് നിർബന്ധമായിട്ടും നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. SSLC കഴിഞ്ഞ് +1 വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റാണ് നമ്മുടെ ക്വാളിഫിക്കേഷനായിട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ SSLC +2 സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. നമ്മൾ PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ SSLCയും +2 ഡിഗ്രിയും സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകണം. കാരണം ക്വാളിഫിക്കേഷൻ അതിൽ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കോമൺ വിവരമാണ് നിങ്ങൾക്കിപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ട് ഈ പറയപ്പെട്ട സ്കോളർഷിപ്പുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കൃത്യവും വ്യക്തമായ മറുപടി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.